ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഇവിടെ ഒരു പൊട്ടറ്റോ യെല്ലോ കറി വെക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഞാനിവിടെ പൊട്ടറ്റോ പുഴുങ്ങാൻ വച്ചിട്ടുണ്ട്. സവാള, വലിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരിയാപ്പില എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് വഴറ്റാമേ. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ വെന്തിട്ടുണ്ട്. ഞാനിത് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളത്തിൽ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് വെക്കണം. ഇവിടെ ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ടു. ഇനി കടലപ്പരിപ്പ് ഇച്ചിരി ഇടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ എണ്ണയ്ക്കകത്ത് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റുവാണ്. ഇവിടെ ഞാൻ കടലമാവ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മളിത് മിക്സ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ആ പച്ചച്ചോവയൊന്ന് മാറുമേ. അങ്ങനെ ഞാൻ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി അതിനകത്ത് സ്മാഷ് ചെയ്ത് പൊട്ടാറ്റോ ഇടാൻ പോവുകയാണ്. അതിനകത്ത് ഞാൻ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ഉപ്പും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാമേ, അല്ല ആ പച്ചച്ചുവ പോലും. അതിനകത്തോട്ട് ഞാൻ സ്മാഷ് ചെയ്ത പൊട്ടാറ്റോ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കാമേ. ഇനി നമുക്ക് അതിനകത്ത് കടലമാവ് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചത് ഒന്ന് ഒഴിക്കാമേ. ഇനി നമുക്കതിനകത്ത് 1 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കാമേ. നിങ്ങളിടയ്ക്ക് ഉപ്പ് ചെക്ക് ചെയ്യണം, ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണേ. ഞാനൊരു 5 മിനിറ്റ് അടുപ്പ് വെച്ച് വേവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യെല്ലോ കറി റെഡിയായിട്ടുണ്ട്, പൊട്ടാറ്റോ യെല്ലോ കറി. ഇത് വന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പൂരിയും യെല്ലോ പൊട്ടാറ്റോ കറി റെഡി. സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ യെല്ലോ കറി റെഡി. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.